കുഞ്ഞി മോളെ. ഓ, അവൾ ഇതുവരെ എണീറ്റ് കാണൂല. ഏതായാലും ചെന്ന് വിളിക്കാം. കുഞ്ഞി, എടി കുഞ്ഞി, നീ വാതിൽ തുറന്നേ. ആ, ഞാനിതെന്തായി കാണുന്നേ? എന്ത്, എന്നെ ഒന്ന് കാണാൻ കൊള്ളൂലമ്മ? ഏയ്, അതൊന്നും കൊണ്ടൊന്നല്ല ഞാൻ ചോദിച്ചേ. എന്റെ മോളെ നേരത്തെ എണീറ്റ് കണ്ടപ്പോ വിശ്വസിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാ. നീ അങ്ങ് നീങ്ങിയേ. എന്തിനാ? മാറടി, ഞാൻ ആ ജനാല ഒന്ന് തുറന്നോട്ടെ. ഇന്നാ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി എന്താ? ഇവമേ, നല്ല മഴക്കാറുണ്ട്. എന്തായാലും ഇന്ന് പെരുമഴ തന്നെ ആകും. ഓ, രാവിലെ തന്നെ കളിയാക്കിയതായിരിക്കുമല്ലേ? ആ, കളിയാക്കിയതല്ലോ, കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ഓ, അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അമ്മ എന്നോട് മിണ്ടണ്ട, ഞാൻ പോവാ. ആയിക്കോട്ടെ, മിണ്ടുന്നില്ല പോരെ? ആ, മതി. ഇപ്പൊ കാണിച്ചു തരാം. അച്ഛാ, അച്ഛാ. ആ, എന്താ കുഞ്ഞി? ഇതെന്താണ് ഞാൻ കാണുന്നേ? എന്തുപറ്റി? ഏയ് അതല്ല, നേരത്തെ തന്നെ ആരും വിളിക്കാണ്ട് കുളിച്ചൊരുങ്ങി കോളേജിൽ പോകുന്നത് കണ്ടപ്പോ അതിശയിച്ചു പോയതാ. അച്ഛനും തുടങ്ങിയോ? അമ്മ കഴിഞ്ഞതോളൂ, അപ്പോഴേക്കും അച്ഛൻ മിണ്ടൂല. ഞാൻ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുമോളെ, അതുകൊണ്ടല്ലേ ചോദിച്ചച്ഛൻ. കണ്ണ് ഞാൻ മിക്കവാറും കുത്തി പൊട്ടിക്കും. അമ്മ കേൾക്കുന്നില്ല അച്ഛൻ കളിയാക്കുന്നത്. എന്തൊന്നും മിണ്ടാത്ത, എന്തേലും പറ. നീ എന്റെ അടുത്ത് നേരത്തെ എന്താ പറഞ്ഞത്? അമ്മേനോട് മിണ്ടൂലാന്ന് അല്ലേ? മിണ്ടണ്ട, ഞാനും മിണ്ടുന്നില്ല. അമ്മ, അത് ഞാൻ. വേണ്ട, മിണ്ടണ്ട. സോറി അമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്നാലേ എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ട. മിണ്ടണ്ട, അത്രേ ഉള്ളൂ. ഈ എന്താ എന്റെ ജാനിക്കുട്ടി ഈ കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങുന്നേ? നിന്റെ സോപ്പിടിയലൊന്നും എന്നോട്. ഞാൻ സോപ്പിട്ടതല്ല, ശരിക്കും പറഞ്ഞതാ സോറിന്ന്. ഈ കുഞ്ഞുമോളോട് എന്റെ ജാനിക്കുട്ടി ക്ഷമിക്കൂലേ പ്ലീസ്? ഓ, എന്റെ ചക്കര കുഞ്ഞുമോളോട് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? അതെ, അതാണ് എന്റെ ജാനിക്കുട്ടി. അല്ല, ഇപ്പൊ ഇവിടെ എന്തുണ്ടായേ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അല്ല, ഇവിടെ അമ്മയും മോളുടെ ഇടക്ക് നിങ്ങൾക്ക് എന്താ കാര്യം മനുഷ്യ? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? എന്നാലേ അമ്മയും മോളും ഇവിടെ സ്നേഹിച്ചോണ്ട് നിക്ക്. ഞാൻ ഏതായാലും പോകുന്നു. അതെ, അല്ല നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ഇല്ല ജാനി, ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. ആ, പിന്നെ ലഞ്ച് കഴിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ മാഡം. പിന്നെ ബൈ മോളൂസേ. ബൈ അച്ഛാ. പിന്നെ വൈകിട്ട് എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അച്ഛാ. ശരി മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോണോ കേട്ടോ. ആ, പിന്നെ മോളൂസേ, കോളേജ് എവിടെയാണെന്ന് അറിയില്ലേ? എനിക്കറിയാം അച്ഛാ, ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം കൂടെ എൻ്റെ പൊന്നു മോളോട്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കരുത്. ഇന്നെന്നല്ല, ഒരു ദിവസം പോലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കരുത്. മര്യാദ പഠിച്ചോണം. ഇല്ല അച്ഛാ, ഇല്ലെന്നല്ല, നോക്കാം. ആ, ശരി ശരി, ഇനി തിന്നാ ഞാൻ ലേറ്റ് ആവും. ബൈ ഗായ്സ്, വൈകിട്ട് കാണാവേ. ശരി ഏട്ടാ. ആ, എന്നാ അമ്മ ഞാനും ഇറങ്ങുവാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ലേ നീ? ഇല്ല അമ്മ, ഞാൻ ഇറങ്ങുവാ. നിന്നോട് ഇപ്പൊ അച്ഛൻ എന്താ പറഞ്ഞിട്ട് പോയത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കോളേജിൽ പോയാൽ മതിയെന്നല്ലേ? അതെ, പക്ഷെ എനിക്ക് വേണ്ട. ഓഹോ, അപ്പൊ അച്ഛൻ വിളിക്കുമ്പോ ഞാൻ എന്തു പറയും? അത് പിന്നെ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞേക്ക്. അല്ലേലും ഞാൻ അങ്ങനെ പറയൂ. എന്തായാലും നീ കഴിച്ചിട്ടാണല്ലോ പോകുന്നത് കോളേജിലോട്ട്. അമ്മ, എനിക്ക് വിശക്കണില്ലാത്തോണ്ടാ. ഓ, എന്തൊക്കെ പറഞ്ഞാലും നീ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ദാ അവിടെ ഇരിക്ക്. ഇരിക്കു കുഞ്ഞി, ഇരിക്ക്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടല്ലേ. വാശി പിടിക്കാണ്ട് ഇരിക്കു കുഞ്ഞി. ഇരിക്കുന്നോ അല്ല ഞാൻ വടി എടുക്കണോ? ഏ ആ, ഇരിക്കാം. ഇരുന്നു. എന്നാ കഴിക്കേ, വാ പറഞ്ഞേ. വാരി തരണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. വേണ്ട, ഞാൻ വാരി തന്നോളാം. അത് വേണ്ട, ഞാൻ വലിയ കുട്ടിയായില്ലേ, ഞാൻ തനിയെ കഴിച്ചോളാം. ഓഹോ, നീ എത്ര വലുതായാലും നീ എന്റെ കുഞ്ഞു ആവ തന്നെയാ. അതുകൊണ്ട് കഴിക്ക്, വാ തുറക്ക്. ഞാൻ കഴിച്ചോളാം, ഒറ്റയ്ക്ക് കഴിച്ചോളാം. കുഞ്ഞേ, ആ കഴിക്കാം, വാരി തന്നോ. ആ, എങ്ങനെയുണ്ട് ഫുഡ്? നിനക്ക് ഇഷ്ടമായോ കുഞ്ഞി? സൂപ്പറാ. മതി അമ്മ, ഒരു വായ കൂടി പ്ലീസ്. ആ, മതി, ഞാൻ പോട്ടെ അമ്മ, ബൈ. വാ വാ, കഴുകിട്ട് പോ കുഞ്ഞി. കഴുകി കഴുകി, ഞാൻ പോവാ, ബൈ. വൈകിട്ട് കാണാം. ആ, ബൈ മോളെ, നോക്കി പോണേ. ശരി അമ്മ. ദൈവമേ, ഇന്ന് ഏതായാലും കോളേജിൽ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവുന്ന തോന്നണേ. ഏതായാലും ബസ് സ്റ്റോപ്പിലേക്ക് വേഗം ഓടാം. ആ, അമ്മേ, എന്റെ തല. ഓ, അയ്യോ വർഷ, എന്തേലും പറ്റിയോ? എടോ, എന്തേലും പറ്റിയോ? അല്ലാണ്ട് എന്തേലും പറ്റിയോന്നൊക്കെ. നിന്റെ പുറം വല്ല സ്റ്റീലോ അങ്ങനെ ആണോ? എന്റെ തല പൊളിഞ്ഞു തോന്നുന്നു.
സോറിടാ. അല്ല, താനേ ഓടിക്കൊണ്ട് അങ്ങോട്ടാ? കോളേജിലേക്ക്. അല്ലാണ്ട് പിന്നെ എങ്ങട്ടാ? നീയോ? ഞാനും കോളേജിലേക്കാ. ഓ, എന്നാലേ ഞാൻ പോട്ടെ, ഞാൻ ലേറ്റ് ആവൂലേ? അതെ, നിന്നെ ബസ് സ്റ്റോപ്പിലേക്കാണോ? അതെ, എന്തേ? ഓ, എന്നാലേ നമ്മള് രണ്ടാളും ഒരേ സ്ഥലത്തോട്ട് തന്നെയാ. എന്താണ്? അതായത് ഞാൻ പഠിക്കുന്ന കോളേജിൽ ഒരു ദിവസം മുമ്പേ നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. ഓഹോ, എന്നിട്ട്? ഓ, എന്നിട്ട് അപ്പൊ അങ്കിൾ എന്നോട് ചോദിച്ചു പ്രിൻസിപ്പളിന്റെ റൂം എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നത്. അപ്പൊ അങ്കിള് പറഞ്ഞു ഒരു പുതിയ ന്യൂ അഡ്മിഷൻ എടുക്കാനാണെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ. ഏതായാലും എന്തിനൊക്കെ ആവട്ടെ, വാ പോവാ. ശരി, വാ പോവാ. അങ്ങനെ അവസാനം നമ്മൾ എത്തി. കൊള്ളാല, നല്ല ഭംഗിയുണ്ട് കോളേജാണ്. എടാ അച്ചു. ആ മനു, നീ നേരത്തെ വന്നോ? ആ പിന്നെ മനു, ദേ ഇത് നമ്മുടെ കോളേജിൽ പുതിയതായിട്ട് ചേരാൻ വന്ന കൊച്ച, എന്റെ വീടിന്റെ അടുത്തുള്ള. ആഹാ, കുട്ടി കൊള്ളാലോ. കുട്ടിയുടെ പേരെന്താ? ആ, എന്റെ പേര് വർഷ. ഓ, ഓക്കെ വർഷ. എന്റെ പേര് മനു. അപ്പൊ നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം, വാ. ഓ, എന്താ ഒരു ഗൗരവം. എന്താ വർഷ? ഏയ്, ഒന്നുമില്ല. കോളേജൊക്കെ അടിപൊളിയാണല്ലോ എന്ന് പറയുമായിരുന്നു. ആ ആ പിന്നെ വർഷ വിചാരിക്കുന്ന പോലെ ഞാനത്ര ഗൗരവക്കാരനൊന്നും അല്ല. ഞാൻ നല്ല കമ്പനിയാ. പിന്നെ ഗൗരവമൊക്കെ അത് എല്ലാവരും കാണിക്കുമല്ലോ അധികം. അല്ലാണ്ട് എനിക്ക് ഗൗരവമൊന്നും ഇല്ല കേട്ടോ. അത് മനുവേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതെ വർഷ, ഈ വർഷ എന്ന് വിളിക്കുമ്പോ നമ്മൾ തമ്മിൽ എന്തോ അകലം ഫീൽ ചെയ്യുന്ന പോലെ. അതുകൊണ്ട് വേറെന്തെങ്കിലും പേര് തന്നെ വീട്ടിൽ വിളിക്കുന്നുണ്ട്, അത് പറ, ഞാൻ അങ്ങനെ വിളിക്കാം. ആ, അത് പിന്നെ മനുവേട്ടൻ ഇഷ്ടമുള്ളത് വിളിച്ചോ. മനുവേട്ടന്റെ ഇഷ്ടം. എന്തായാലും ഞാൻ ഓക്കെയാ. എന്നാ പിന്നെ വർഷമോളെ ഞാൻ അനുമോളെന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടായോ പേര്? ആ, കൊള്ളാലോ, അനുമോള്. ആ രസമുണ്ട്. ആ, എന്നാ പിന്നെ എന്റെ അനുമോള് വാ, ഞാൻ ഇവിടേക്ക് ഈ ക്യാമ്പസ് ഒക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം, വാ. അപ്പൊ ഞാനും വരാം, വാ. അതിന് നീ ഏതാ? ഈ ആങ്ങളുടെയും പെങ്ങളുടെയും ഇടക്ക് കുത്തിക്കേറി വരാൻ നീ ആരാ? നീ അങ്ങോട്ട് മാറിക്ക്. ഞാൻ എന്റെ പെങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് കറങ്ങി കാണിച്ചിട്ട് വരാം. ഓക്കേ? ആ ആയിക്കോട്ടെ, നമ്മളൊക്കെ ആർക്കും വേണ്ടല്ല, സാരില്ല. ആ, വാ മനുവേട്ട, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ കുറെ മാസങ്ങളൊക്കെ കടന്നുപോയി. അനുവൊക്കെ ആയിട്ട് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ ഒക്കെ പോലെ. പിന്നെ അതിനിടയിൽ നമ്മുടെ അച്ചുവിന്, അതായത് നമ്മുടെ കുഞ്ഞിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അത് നേരത്തെ മുതൽ തുടങ്ങി എന്നാണ് തോന്നുന്നത്. ഇനി ബാക്കി എന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പോ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. നമുക്ക് എന്തായാലും ബാക്കി സ്റ്റോറിയിൽ കാണാം. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. ആ, ശരി മോളെ, നോക്കി പോയിട്ട് തന്നെ. ഡോ കുഞ്ഞി നിക്ക്, ഞാനും വരുന്നു. പിന്നെ അച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം. അച്ചുവേട്ടാ. ഓ, ഈ കുരിശ് എന്താണോ ഇവിടെ ഇനിയിപ്പം. അല്ല, താനെന്താടോ ഇവിടെ? അതോ, ഞാൻ ഈ ഭാഗത്തോട്ട് വീട് മാറിയിരുന്നേ. ഇന്നലെ വീട് മാറിയ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും കോളേജിലോട്ട് പോകുന്ന ഈ വഴിയാണല്ലോ. അപ്പൊ നിങ്ങളെ രണ്ടാളെയും കണ്ടപ്പോ ഒരുമിച്ച് പോന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, അതാ. ആ, അതേതായാലും നന്നായി അല്ലേ വർഷ? ആ, പിന്നെ അല്ലാതെ അതന്നെ. ആ, എന്നാ പിന്നെ പോവല്ലേ? അയ്യോ, ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ബുക്ക് വീട്ടിൽ വെച്ച് മറന്നു. ഞാൻ പോയത് എടുത്തിട്ട് വരാവേ. പിന്നെ വർഷപ്പൊക്കോ വെയിറ്റ് ചെയ്യണ്ട. എന്താ വെച്ചാ സമയം വൈകിയില്ലേ. അച്ചുവേട്ടൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂലേ? അച്ചുവേട്ടൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്നോളും. വർഷപ്പൊക്കോ. ഓ, വിശ്വാസം എടുത്തോളൂ. ആ, ശരി, ഞാൻ പൊക്കോളാം. പോവാണേ. ആ, നോക്കി പോണ വർഷ, ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയേക്കാം. ആ, എന്നാ വാടോ ജെനി, വാ നമുക്ക് പോയി ബുക്ക് എടുത്തിട്ട് വരാം. എന്തായാലും തന്റെ വീടൊക്കെ ഒന്ന് കാണാമല്ലോ, വാ. ആ, എന്നാ പിന്നെ ഞാൻ പോവാണ്. ബൈ. ശരിടാ, വാച്ചു, നമുക്ക് പോയി എടുത്തിട്ട് വരാം. ഓ, അങ്ങേറ്റ ഒടുക്കത്തൊരു ഒലിപ്പിക്കല്. ഇനിയാളുടെ വീട് കാണാൻ പോകത്തുണ്ടോ? ഇന്ന് മനുഷ്യനയാള്. എന്തായാലും ഞാനിനി ഇവിടെ വായും പൊളിച്ചിട്ട് കാര്യമില്ലല്ലോ. കോളേജിലോട്ട് പോവാം. അവിടെ മനുവട്ടനെങ്കിലും ഉണ്ടാവും. ജെനി, അവള് പോയോ? ആ, പോയി വാ. അല്ല അച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിനക്ക് ആ വർഷേനെ ഇഷ്ടല്ലേ? പിന്നെന്താ നീ അവളോട് പറയാത്തെ? ആ, എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേ അവക്കും ആ ഇഷ്ടം കൊണ്ട് തോന്നണ്ടേ? ആ, അപ്പൊ നമുക്ക് കുറച്ചവളെ കറക്കാം. ഇഷ്ടമുണ്ടോന്നൊക്കെ നമുക്ക് അറിയണ്ടേ, എന്നിട്ട് വേണ്ടേ പറയാൻ. ഓ, എന്റെ പൊന്നച്ചു, നിനക്ക് അപാര ബുദ്ധി തന്നെ. അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചെരുത്തേ? ഞാൻ ആ വഴിക്ക് കോളേജിൽ പോണേന് വരെ എന്നെ ഇങ്ങോട്ട് വിളിച്ചെരുത്തേക്ക്. നീ എന്തോരം നടക്കണമെന്ന് വെച്ചാ? ഓ എടി പൊട്ടി, അതായത് നിന്നെ വിളിച്ചു വരുത്താൻ കാരണം നീ എന്നോട് കൂടുതൽ അടുക്കാൻ നേരത്ത് അവക്ക് ജലസാവോന്ന് നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് ആയിട്ട് പറ. ആ, അതായത് നീ എൻ്റെ അടുത്ത് കൂടുതൽ ഇടപെടാൻ നേരത്ത് അവർക്ക് ചെറിയ അസൂയൊക്കെ തോന്നി തുടങ്ങും. അപ്പൊ അവൾ എൻ്റെ അടുത്ത് ഒന്ന് ഇഷ്ടാന്ന് പറയും.
എങ്ങനെയുണ്ട്? അപ്പൊ ഞാനും ഇഷ്ടാന്ന് പറഞ്ഞാ പിന്നെ കാര്യം സെറ്റായില്ലേ? ആ, നിനക്ക് ഈ ഐഡിയ ആര് പറഞ്ഞതാ? മനു ആയിരിക്കും അല്ലേ? ആ ആ തന്നെ. അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്തേ? ഓ എടാ പൊട്ട, അവന്റെ ഒരു പൊട്ട ഐഡിയ. എടാ ഇതിലും ഭേദം നീ അവളുടെ പിന്നാലെ ഇരുന്ന് അവളെ കറക്റ്റ് വളച്ചെടുക്കാൻ നോക്കടാ. അല്ലാണ്ട് അവൻ ജലസ് അടിപ്പിക്കാൻ നടക്കുന്നത്. ചെന്ന് അവളോട് ഇഷ്ടാന്ന് പറയല്ലാണ്ട്. അത് മാത്രല്ല, നീ ശ്രദ്ധിച്ച, ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോ അവളുടെ ആ മുഖം മാറിയത് നീ ശ്രദ്ധിച്ച? അവൾക്ക് എന്തോ ഒരു ഇഷ്ടം നിന്നോട് ഉണ്ട്. അതുകൊണ്ട് നീ അങ്ങ് പോയി പറ. ആദ്യം നീ കുറച്ച് റൊമാൻറ്റിക്കിലൊക്കെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. എന്നിട്ടൊരു തഞ്ചത്തിന് പറഞ്ഞാ മതി. സെറ്റ് ആവും, ഉറപ്പ്. ഏ, ഉറപ്പാണോ? അല്ലാണ്ട് ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി. അതുപോരെ, വാ നമുക്ക് കോളേജിലോട്ടോ, അവളവിടെ ഉണ്ടാവും. ഡച്ചു ദേടാ, വർഷ നിൽക്കുന്ന. ചെല്ലി ചെല്ലി ചെല്ലടാ, ഇച്ചിരി റൊമാൻറ്റിക് ഒക്കെ ആ അവളെ വളച്ചെടുക്കാൻ നോക്കട പൊട്ട. ആ ആ ചെല്ല ചെല്ല, നീ എന്റെ പിച്ചല്ലേ നോവാണ്. എന്നാ പിന്നെ വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്കും. വായും പൊളിച്ച് നിക്കവിടെ. ആ കുഞ്ഞി, എന്താ അച്ചു, എന്തെറ്റി? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അങ്ങനെ ചോദിച്ചാ പറയാനുണ്ട്. പക്ഷേ ഇപ്പൊ വേണ്ട. കോളേജ് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ പറയാം. ആ ശരി അച്ചു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ആ ശരിടാ, ശരി. ആ എന്തായി അച്ചു, നീ അവളോട് പറഞ്ഞാ? അവളെന്താ റിയസ് പറഞ്ഞാ? പറടാ, നീ എന്താ മിണ്ടാണ്ടിരിക്കുന്ന? പറ. എടാ നിന്നോട് ചോദിക്കാനായിട്ടില്ലേ, അവളെന്താ പറഞ്ഞേ? നിന്നെ പിടിച്ചങ്ങനെ അടിച്ചാ? എടാ എന്തേലും ഒന്ന് വാതുറന്ന് മിണ്ടടാ, നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കോളേജ് കഴിഞ്ഞ് വൈകിട്ട് പറയാന്ന് പറഞ്ഞു. ആ ഏതായാലും നീ വാ, നമുക്ക് അകത്തോട്ട് പോവാം. ഇനിയിപ്പോ കോളേജ് വരെ കാത്തിരിക്കണ്ടേ? നമുക്ക് നോക്കാം, സെറ്റ് ആവൂടാ, ഉറപ്പായിട്ട് സെറ്റ് ആവും. സെറ്റായ മതിയായിരുന്നു. ദേ ഇവിടെ നിക്ക്, നീ ഇവിടെ നിന്നാ മതിട്ടാ. ഇവിടെ ആണെങ്കിൽ ഇച്ചിരി റൊമാൻസിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പൊ പിന്നെ നീ ഇവിടെ നിന്നാ മതി. ഞാൻ അനുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. ആ മനു, കയ്യും കാലൊക്കെ വിറക്കണടാ എന്റെ പൊന്നു. ഓ എന്റെ മച്ചാനെ ഇങ്ങനെ കാണിക്കല്ലേ, അവളോട് എപ്പോഴായാലും തുറന്നു പറയണ്ടല്ലേ. ഇപ്പൊ കിട്ടിയ അവസരമല്ലേ, അതങ്ങ് പറയേ, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആ അല്ല, ജെനി എന്ത്? അവളോട് പോയി? അവള് നേരത്തെ പോയാ? ആ ആടെ അവള് നേരത്തെ പോയി. അവൾക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ അവള് പോയി. പിന്നില്ലേ, നീ ഇവിടെ നിക്ക്. ദേ തലയിറങ്ങിയൊന്നും വീണേക്കല്ലേട്ടോ, എനിക്ക് കൊണ്ട് ആശുപത്രിയിൽ ഓടാനൊന്നും പറ്റുമെന്നില്ല. ഞാനിപ്പോ പോയി അനുവിനെ വിളിച്ചിട്ട് വരാം. നല്ല കോൺഫിഡന്റ് ആയിട്ട് നിക്ക്. ചോർന്നു പോലെ ധൈര്യം, നമ്മൾ ആണുങ്ങളാണ്. ശരി ശരി, നീ വേഗം പോയി വിളിച്ചിട്ടോ. അച്ചു, ആ താൻ വന്നോ? ആ അല്ല, അച്ഛന് എന്താ എന്നോട് പറയാനുള്ളേ? പറഞ്ഞു. അത് പിന്നെ എനിക്ക് തന്നെ അത് അച്ചു എന്ത് പറ്റി? ആ അച്ചു, വർഷ, അത് എനിക്ക് അത് വർഷ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. തന്നെ കണ്ടപ്പോൾ മുതൽ താനാണ് എൻ്റെ പെണ്ണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചതാ. തന്നെ കാണുമ്പോഴേ എൻ്റെ ഹാർട്ടൊക്കെ വല്ലാണ്ട് പിടയ്ക്കൂടോ. തൻ്റെ ആ കണ്ണുകളാണ് എന്നെ തന്നിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. തന്നെ കാണുമ്പോഴേ എനിക്ക് എന്തെന്നറിയാത്ത വെപ്രാളം. തൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇത് പറയാനുള്ള ഒരു, എന്താ പറയുക, പേടി, മുട്ട് വിറയ്ക്കല്. പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. ഐ ലവ് യു വർഷ. പക്ഷേ തനിക്കെന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടം. കെട്ടുവാണെങ്കിൽ ഞാൻ തന്നെ കിട്ടും. തനിക്ക് ഇഷ്ടമാണോ എൻ്റെ കാമുകിയായി, എൻ്റെ ഭാര്യയായി, എൻ്റെ പിള്ളേരുടെ അമ്മയായി, എൻ്റെ കൂടെ കൂടെ എൻ്റെ പെണ്ണായി എപ്പോഴും ഉണ്ടാവും? അത് പിന്നെ അച്ചു, ഞാൻ തനിക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരില്ലടോ കുഞ്ഞി. തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി, ഞാൻ ഇനി അങ്ങനെ ഒന്നും പറയില്ല. എന്നാ ഞാൻ പോട്ടെ. അതെ, താനൊന്നവിടെ നിന്നേ. അയിന് തനിക്ക് ഞാൻ റിപ്ലൈ തന്നില്ലല്ലോ, പിന്നെ താൻ എവിടെ പോവാ? കേട്ടിട്ടു കേക്കണ്ടേ? ഇനി ഞാൻ എന്ത് കേൾക്കാനാ? തനിക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അയിന് ഞാൻ പറഞ്ഞോടെ മരപ്പെട്ടി നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന്. എനിക്ക് ഇഷ്ടം. ഐ ലവ് യു. ഏ ഏ എന്താ പറഞ്ഞേ? നിനക്ക് ഓ ഒന്നുമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അതായത് ഐ ലവ് യു. അച്ചേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഐ ലവ് യു ടൂടാ. പിന്നെ അച്ചേട്ടാ, നിങ്ങളെങ്ങാനും എന്നെ ഇട്ടേച്ച് പോവോ? അതായത് വേറെ ഏതെങ്കിലും പെണ്ണിനെ പോയി കെട്ടോ? പറ. ഈ ജന്മത്തിൽ എനിക്കൊരു പെണ്ണിനെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കും. ഓ നല്ല പഞ്ച് ഡയലോഗൊക്കെ ആണല്ലോ. എന്തായാലും കലക്കി. എന്നാ പോവാം.
ഇപ്പൊ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയ സ്ഥിതിക്ക് എനിക്കിപ്പൊ കൈ പിടിക്കണേല് കുഴപ്പമില്ലല്ലോ. ആ ഇനിയിപ്പോ ഏതായാലും കൈ പിടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇയാള് വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? പിന്നല്ലാണ്ട് എന്താണ് മോനെ ഉദ്ദേശം? വീട്ടിൽ പോണ്ട് ഇവിടെ നിൽക്കാനാ? ആ അത് തന്നെയെന്ന് കൂട്ടിക്കോ. കുറച്ചേരം സംസാരിച്ചിട്ടൊക്കെ നമുക്കങ്ങ് പോവാന്നേ. പിന്നെ കോളേജിലെ എല്ലാ പിള്ളേരും പോയി, നമ്മള് മാത്രമേ പോകത്തുള്ളൂ. ഇനി നമ്മളോട് വന്നാ നാട്ടുകാര് പിടിച്ചങ്ങ് കെട്ടിക്കും. അത് വേണോ? ആഹാ അത് കൊള്ളാലോ. അപ്പൊ പിന്നെ കുറച്ചുകൂടെ എളുപ്പമായില്ലേ? ഓ ഇവനെ കൊണ്ട് വാ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിക്കണ്ട, വാ. പൂക്കൾ പൂക്കും തരുണം മാറുയിരെ பார்த்ததாருமில்லையே புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லை உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை இன்றேனும் எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது എന്തായാലും നമ്മള് വീട്ടിലോട്ട് പോവല്ലേ? നമുക്ക് കുറച്ചേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പോവാം. ആ ഇരിക്കാം, കുറച്ചു നേരം മതി കേട്ടോ, എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. കുഞ്ഞി, തനിക്ക് പേടിയുണ്ടോ? ഇങ്ങനെ ചോദിച്ചാ ചെറുതായിട്ട് പേടിയുണ്ട്. ഇയാളുടെ ഒരു കാര്യം. അല്ല, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് ഞാൻ ആ സ്ട്രോബെറി പോലുള്ള ആ ചുണ്ട് നോക്കുമായിരുന്നു. ഈ ഇയാളെ കൊണ്ട് തനിക്ക് നാണമില്ലേ? ആ നമുക്ക് പോവാം. പോവല്ലേ? അല്ല, അതിന് ഞാനെന്തിനാ നാണിക്കണേ? എനിക്ക് ഇവിടെ വെച്ച് തരാനറിയാം. തരട്ടെ ഞാൻ? വേണ്ട, ആരെങ്കിലും കണ്ടാ എന്നാ പോവാം. അതിനിപ്പോ ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ആരും കാണൂല. തന്നിട്ടോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്, അതൊക്കെ റിസ്ക് അല്ലേ, വേണോ? എന്നോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ തരും. ഓ ഞാൻ പെട്ടുപോയല്ലോ ദൈവമേ, തരാം. അപ്പൊ ഇഷ്ടമുണ്ട്, എന്നാ പിന്നെ തന്നോ. നിക്ക് തരാം. ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓ എന്റെ പൊന്നു പെണ്ണെ, അവിടെ ആരും ഇല്ല. നീ ഇങ്ങ് താ. ഞാൻ തന്നോ? എന്നാ പിന്നെ ഞാൻ തരാം, നിക്ക്. പെട്ടെന്ന് വേണേ. ഡി വർഷേ, അയ്യോ അച്ഛൻ, അച്ഛാ. നിങ്ങളെ പഠിക്കാനാ വിടുന്നത്, അല്ലാണ്ട് ഇതുപോലെ തോന്നിയസം കാണിക്കാനല്ല. വീട്ടിലോട്ട് നടക്കടി, ബാക്കി വീട്ടിൽ ചെന്നിട്ട്. അച്ഛാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് പിന്നെ ഞാൻ. കുഞ്ഞ് മിണ്ടരുത്, നീ മിണ്ടാണ്ട് നിന്നോളാം. വാ വീട്ടിലോട്ട് വാ. അത് ഞാനാ, അവളൊന്നും ചെയ്തിട്ടില്ല. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? നീ എങ്ങാനും നിന്നെ എന്റെ മോളുടെ പിന്നാലെ എങ്ങാനും കൊണ്ടാലുണ്ടല്ലോ, ഇങ്ങോട്ട് വാടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ വീട്ടിൽ ഞാൻ വരാം അച്ഛൻ. ഇനി എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് കൂട്ടാണ്ടെങ്കിൽ നടക്കടി ഇങ്ങോട്ട്.